ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് കുട്ടികളുമായി സംവദിച്ച് മുഹമ്മദ് മോഹസിൻ MLA. ഇതോടുകൂടി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന് സമാപനമായി. വിദ്യാഭ്യാസ രംഗത്ത് പുതുതലമുറ വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടുകളാണ് പരിപാടിയിൽ പങ്കുവച്ചത്. ഇപ്പോൾ നമ്മൾ സയൻസ് സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്നു. അപ്പോൾ ഈ സയൻസ് സബ്ജക്ട്സിലും പ്രത്യേകിച്ച് സയൻസ് സബ്ജക്ട്സിലൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എക്സാം ഒക്കെ എഴുതുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ തിയറിയാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമിനേഷൻസ് കൂടി ഈ ഒരു ചെറിയ ക്ലാസ്സുകളിൽ കൂടെ കൊണ്ടുവരാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നുന്നു. പിന്നെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും തിയറികളാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ കുറച്ച് നേരം പ്രാക്ടിക്കലായിട്ട് കൂടെ നമുക്കത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? USS പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളിൽ അറിവ് കൂടുതൽ വികസിപ്പിച്ച് വളർത്തിയെടുക്കുന്ന സർക്കാർ പദ്ധതിയായ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിൻ സമാപനത്തിലാണ് മുഹമ്മദ് മോഹസിൻ MLA കുട്ടികളുമായി സംവദിച്ചത്. ആ വ്യത്യസ്തമായ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഇതിന്റെ ഭാഗമായി ലക്ഷ്യമിടുന്നത്. അപ്പൊ നമുക്ക് കായിക മേഖലയിൽ കഴിവുള്ള ആളുകൾക്ക് ഇപ്പൊ ഒളിമ്പിക്സ് മാതൃകയിലാണ് കായിക പരിപാടികൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കലോത്സവങ്ങൾ, ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച കലോത്സവങ്ങളാണ് കേരളത്തിലെ കലോത്സവം നടക്കുന്നത്. ചെറിയ സ്കൂൾ മുതൽ സംസ്ഥാന തലം വരെ വളരെ മികച്ച രീതിയിൽ ആണ് നടക്കുന്നത്. പിന്നെ നിരവധിയായിട്ടുള്ള സ്കോളർഷിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ LSS, USS, NMMS അടക്കമുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ അവര് റെഗുലറായിട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ അവർക്കൊരു എക്സ്ട്രാ ടാലന്റ് ഉണ്ട് എന്ന് തോന്നിയാൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഫ്യൂച്ചറിലെ സയന്റിസ്റ്റുകളാവാം, വലിയ എന്റർപ്രണേഴ്സ് ആവാം, അതല്ലെങ്കിൽ മറ്റു മേഖലകളിലൊക്കെ തന്നെ കഴിവ് തെളിയിക്കാൻ സാധ്യതയുള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് പരിശീലനം നൽകുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ ചാനലൈസ് ചെയ്യാനുള്ള ഒരു അവസരം അതാണ് ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു റൂട്ട് മാപ്പ്, ഇനി ഫ്യൂച്ചറിലേക്കുള്ള ഒരു റൂട്ട് മാപ്പ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്താണ് നമ്മുടെ ആഷിമാഷ് ഇവിടെ പറയാനിരിക്കുന്ന വിഷയം ഏകദേശം അതാണ് അല്ലെ, ഒരു എയിം വളരെ പ്രധാനപ്പെട്ട. അപ്പൊ അത് സ്വയം കണ്ടെത്താനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇത് മാറും. പദ്ധതിയുടെ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ ഏക സെന്ററാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നത്. 80-ലധികം വിദ്യാർത്ഥികളെയാണ് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുത്തത്. വിദ്യാർത്ഥികൾക്ക് വിദഗ്ധരുടെ ക്ലാസുകൾ, പരിശീലനം, മോട്ടിവേഷണൽ ക്ലാസ്, സ്റ്റഡി ടൂറുകൾ, ലൈബ്രറി പുസ്തകങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം നടത്തിയത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.